ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് മൊഡ്യൂൾ 6 ആണ്. 6ന്റെ സിലബസ് ഞാനൊന്ന് കാണിക്കാം. ചാപ്റ്ററിന്റെ പേര് ക്വാണ്ടം മെക്കാനിക്സ് ഓഫ് മെനി ഇലക്ട്രോൺ ആറ്റംസ്. ക്വാണ്ടം മെക്കാനിക്സ് ഓഫ് മെനി ഇലക്ട്രോൺ ആറ്റംസ്. നമ്മൾ 4th മൊഡ്യൂളിൽ പഠിച്ചത് 1 ഇലക്ട്രോൺ സിസ്റ്റം ആയിരുന്നു. അപ്പൊ മെനി ഇലക്ട്രോൺ ആറ്റംസ് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യേണ്ടത്, അതാണ് നമ്മൾ ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. ക്വാണ്ടം മെക്കാനിക്സ് ഓഫ് മെനി ഇലക്ട്രോൺ ആറ്റം. അതിൽ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ഹാർട്രി-ഫോക്ക് മെത്തേഡ്, എന്താണ് ഫോക്ക് ഓപ്പറേറ്റർ, പോളീസ് ആന്റിസിമെട്രി പ്രിൻസിപ്പിൾ, സ്ലേറ്റർ ഡിറ്റർമിനന്റ്, റൂദൻസ് കൺസെപ്റ്റ് ഓഫ് ബേസിസ് ഫംഗ്ഷൻ, STO ആൻഡ് GTO. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ മൊഡ്യൂളിൽ നമ്മൾ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് മൊഡ്യൂളിലോട്ട് കിടക്കാം. ഫസ്റ്റ് വൺ നമ്മൾ മൊഡ്യൂൾ 4 ഒരു പോർഷൻ വിട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ മൊഡ്യൂളിൽ എടുക്കാന്നാ പറഞ്ഞത്. അത് ആദ്യം പറയാം. അതിൽ നമ്മൾ വിട്ട പോർഷൻ എന്ന് പറയുന്നത് എന്താണ് സ്പിൻ ഓർബിറ്റൽ. സ്പിൻ ഓർബിറ്റൽ സ്പിൻ ഓർബിറ്റൽ സ്പിൻ ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു 1 ഇലക്ട്രോൺ വേവ് ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ 2 ഫംഗ്ഷൻസിനെ കൺസിഡർ ചെയ്യണം. അതായത് സ്പിൻ ഫംഗ്ഷനിങ് കൺസിഡർ ചെയ്യണം, സ്പേഷ്യൽ ഫംഗ്ഷനിങ് കൺസിഡർ ചെയ്യണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പിൻ ഓർബിറ്റൽ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രോൺ സ്പിൻ പഠിച്ചു. അതിലെന്താ ഗൗഡ് സ്മിത്ത് അല്ലെങ്കിൽ ഉഹൻബെക്കിന്റെ പോസ്റ്റുലേറ്റ് പഠിച്ചപ്പോൾ അതില് സ്പിൻ ഓർബിറ്റൽ സ്പിൻ ആംഗുലർ മൊമെന്റും ഉണ്ട്, ഓർബിറ്റൽ ആംഗുലർ മൊമെന്റും ഉണ്ട്. അതേപോലെ തന്നെ ഒരു 1 ഇലക്ട്രോൺ വേവ് ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കൺസിഡർ ചെയ്യണം, സ്പേഷ്യൽ ഫംഗ്ഷൻ മാത്രം കൺസിഡർ ചെയ്താൽ പോലെ എന്തും കൂടി കൺസിഡർ ചെയ്യണം, സ്പിൻ ഫംഗ്ഷനും കൂടി കൺസിഡർ ചെയ്യണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പിൻ ഓർബിറ്റൽ എന്ന് പറയുന്നത്. A 1 electron wave function that includes both spatial and spin functions, is called spin orbital. Miss, ഒന്നും കൂടി പറയൂ. A 1 electron wave function that includes both spatial and spin function is called spin orbital. That is the complete wave function for a single particle. The complete wave function for a single particle is expressed in the form of psi r theta phi into psi omega. Psi r theta phi into psi omega. അതായത് നമ്മൾ എന്ത് ചെയ്യണം, സ്പേഷ്യൽ ഫംഗ്ഷനെ സ്പിൻ ഫംഗ്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിലാണ് 1 ഇലക്ട്രോൺ സിസ്റ്റത്തിന്റെ ടോട്ടൽ വേവ് ഫംഗ്ഷൻ നമുക്ക് കിട്ടുന്നത്. The first term represent spatial wave function, which depends upon spatial coordinate. അതായത് spherical polar coordinate r theta phi. First term represents spatial wave function which depends upon spatial coordinate. The second term represent എന്തിനെയായിരിക്കും, സ്പിൻ
wave function. The second term represent spin wave function, which depends on spin coordinate. Which depends on spin coordinate. Miss, Ah, Miss, അത് psi of W എന്നാണോ? ഒമേഗ. ഈ സൈ ഉപയോഗിക്കുന്നത് ക്യാപിറ്റൽ സൈ ആണെന്ന് കാണിക്കാനായിട്ട്, ഇത് തമ്മിൽ തെറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്പിൻ വേവ് ഫംഗ്ഷൻ നമ്മൾ ഇങ്ങനത്തെ ക്യാപിറ്റൽ സൈ വെച്ചിരിക്കുന്നത്. ഇത് ഒമേഗ, സ്പിൻ കോർഡിനേറ്റിനെ കാണിക്കുന്നതാണ് ഒമേഗ. അപ്പൊ ഇതാണ് 180 വരാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്താണ് സ്പിൻ ഓർബിറ്റൽ? അപ്പൊ സ്പിൻ ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു 1 ഇലക്ട്രോൺ വേവ് ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ സ്പേഷ്യൽ ഫംഗ്ഷനൊപ്പം തന്നെ എന്തും കൂടി കൺസിഡർ ചെയ്യണം, സ്പിൻ ഫംഗ്ഷനും കൂടി കൺസിഡർ ചെയ്യണം. ആ കംപ്ലീറ്റ് വേവ് ഫംഗ്ഷൻ പറയുന്നതാണ് എന്ത്, സ്പിൻ ഓർബിറ്റൽ. അതിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, psi r theta phi into psi of omega, where first term represent spatial wave function which depends upon spherical polar coordinate. Second term represent spin wave function which depends upon spin coordinate. Clear ആയോ പറഞ്ഞത്? Clear ആയി Miss. ഇനി നെക്സ്റ്റ് ടോപ്പിക്, ഇനിയാണ് ഈ മൊഡ്യൂൾ നമ്മൾ തുടങ്ങുന്നത്. ആന്റി സിമെട്രി പ്രിൻസിപ്പിൾ. ആന്റി സിമെട്രി പ്രിൻസിപ്പിൾ. നിങ്ങൾ പോളീസ് ആന്റിസിമെട്രി പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട്. എന്താ പോളീസ് ആന്റിസിമെട്രി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞേ? ആരെങ്കിലും ഒരാൾ പറഞ്ഞ എന്താ പോളീസ് ആന്റിസിമെട്രി പ്രിൻസിപ്പിൾ? എന്താണ് പോളീസ് ആന്റിസിമെട്രി പ്രിൻസിപ്പിൾ? നമ്മള് +2 തൊട്ട് പഠിക്കുന്നതാണല്ലോ അത്, പോളീസ് ആന്റിസിമെട്രി പ്രിൻസിപ്പിൾ. അപ്പൊ നാളേക്ക് അത് നോക്കി വരാട്ടാ, എന്താണ് പോളീസ് ആന്റിസിമെട്രി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നമുക്ക് ഇത് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളും അല്ലേ? അതന്നെ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. No two electrons can have the same set of ക്വാണ്ടം നമ്പേഴ്സ് അല്ലെ? numbers. അതായത് ഏതെങ്കിലും ഒരു ക്വാണ്ടം നമ്പേഴ്സ് എങ്കിലും, അതായത് സ്പിൻ ക്വാണ്ടം നമ്പർ എങ്കിലും വ്യത്യാസം ഉണ്ടാവും. ഒരെണ്ണത്തിന് +½ ആണെങ്കിൽ മറ്റേ ഇലക്ട്രോൺ എന്തായിരിക്കും, -½ ആയിരിക്കും ക്വാണ്ടം നമ്പർ വരാം. നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെ. അതിന്റെ ഒരു ക്വാണ്ടം മെക്കാനിക്കൽ ട്രീറ്റ്മെന്റ് ആണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോ ഇതൊപ്പം തന്നെ കൺസിഡർ 2 identical particles. Consider 2 identical particles label the coordinate of 2 particles by label the coordinates of 2 particles by position vector τ1 and τ2. 2 ഐഡന്റിക്കൽ പാർട്ടിക്കിൾ എടുക്കുന്നു, അതിന്റെ കോർഡിനേറ്റ് പൊസിഷൻ വെക്ടർ വെച്ച് നമ്മൾ എക്സ്പ്രസ് ചെയ്യാണ്, τ1 and τ2. ഇനി τ1 എന്ന് പറഞ്ഞാൽ v1 into ω1, τ2 is equal to v2 into ω2. Where v represent Cartesian or polar coordinate. Cartesian or polar coordinate. Omega represents spin coordinate. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു 1 ഇലക്ട്രോൺ സിസ്റ്റം എടുക്കുമ്പോൾ അതിൽ എന്തൊക്കെ കൺസിഡർ ചെയ്യണം, അതിന്റെ സ്പേഷ്യൽ കോർഡിനേറ്റും കൺസിഡർ ചെയ്യണം, സ്പിൻ കോർഡിനേറ്റും കൺസിഡർ ചെയ്യണം. അതാണ് ഈ 2 പാർട്ടിക്കിളിനെ നമ്മൾ എടുത്തിരുന്നത്. τ1 v1 into omega, τ2 v2 into ω2. ഇനി നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു പാർട്ടിക്കിളിന്റെ പ്രോബബിലിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താ? പ്രോബബിലിറ്റി കാണാനുള്ള ഇക്വേഷൻ
Psi ആണ് വേവ് ഫംഗ്ഷൻ എങ്ങനെ പ്രോബബിലിറ്റി ആണുള്ള ഇക്വേഷൻ എന്താ അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി ആണുള്ള ഇക്വേഷൻ എന്താ Integral of psi star. Psi ആണ് വേവ് ഫംഗ്ഷൻ എങ്ങനെ psi സ്ക്വയർ ആണ് പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എഴുതാ the probability of finding particle 1 at the point tau 1 at the point tau 1 and particle 2 at the point tau 2 and the particle 2 at the point tau 2. അതായത് രണ്ട് പാർട്ടിക്കിൾ ഉണ്ടല്ലോ അതിൽ ഫസ്റ്റ് പാർട്ടിക്കിളിൽ ടോ 1ഉം സെക്കൻഡ് പാർട്ടിക്കിൾ ടോ 2ലും വരാനുള്ള പ്രോബബിലിറ്റി ആണ് നമ്മൾ എഴുതാനായിട്ട് പോകുന്നത്. പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു psi ടോ 1 ഓഫ് 1 ഇൻറ്റു ടോ 2 ഓഫ് 2 സ്ക്വയർ ഡി ടോ 1 ഇൻറ്റു ഡി ടോ 2. 1ലെ ടോ 1ഉം 2വിലെ ടോ 2 ടോ 1ല് 1ഉം ടോ 2ല് 2ഉം വരാനുള്ള പ്രോബബിലിറ്റി ആണുള്ള ഇക്വേഷൻ psi സ്ക്വയർ dx d ടോ ആണ്. അപ്പൊ അതേപോലെ ഇവിടെ അതിന്റെ സ്ക്വയർ എടുത്തു. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് കൺസിഡർ 2 ഐഡന്റിക്കൽ പാർട്ടിക്കിൾ എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഐഡന്റിക്കൽ പാർട്ടിക്കിൾ ആവുമ്പോ എങ്ങനെയുള്ള ഒരു പോസിബിലിറ്റിയും കൂടി ഉണ്ട് 1ല് 2 വരാനും 2വില് 1 വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം ഇത് എന്താണ് ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണ്, നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ആ പ്രോബബിലിറ്റിയും കൂടി നമ്മൾ എന്ത് ചെയ്യണം കൺസിഡർ ചെയ്യണം. സിൻസ് ദ ടു പാർട്ടിക്കിൾസ് ആർ ഐഡന്റിക്കൽ they must be physically indistinguishable. So the probability will be the eigenprobability psi of tau 1 of tau 2 of 1 square d tau 1 d tau 2. ഇത്രയും നമ്മൾ പറഞ്ഞോളൂ. നമ്മൾ രണ്ട് ഐഡന്റിക്കൽ പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്തു, എന്നിട്ട് അതിന്റെ പ്രോബബിലിറ്റി എഴുതി. പ്രോബബിലിറ്റി ആണുള്ള ഇക്വേഷൻ psi സ്ക്വയർ d ടോ ആണ്. അപ്പൊ 1 ടോ 1ല് വരാനും 2 ടോ 2ലും വരാനുള്ള പ്രോബബിലിറ്റി ആണ് നമ്മൾ ആദ്യം എഴുതിയത്. ഇതൊരു ഐഡന്റിക്കൽ പാർട്ടിക്കിൾ ആയതുകൊണ്ട് ഇത് ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണ്. അപ്പൊ വേറൊരു പ്രോബബിലിറ്റി കൂടി ഉണ്ട്. എന്താണ് 2 1ല് വരാനും 1 2ല് വരാനുള്ള പ്രോബബിലിറ്റി. അതാണ് നമ്മൾ എഴുതിയത്. ഇവിടെ വരെ ക്ലിയർ ആയോ പറഞ്ഞത്? ഇനി ഈ രണ്ട് എക്സ്പ്രഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ കോർഡിനേറ്റുകൾ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലെ. അതായത് ഇവിടെ 1ന്റെ കോർഡിനേറ്റ് ടോ 1 ആയിരുന്നു, ഇവിടെ 1ന്റെ കോർഡിനേറ്റ് എന്താണ് ടോ 2 ആണ്. ആ ഒരു ഡിഫറൻസ് മാത്രമാണ് ഈ രണ്ട് എക്സ്പ്രഷൻസ് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ രണ്ട് എക്സ്പ്രഷൻസിനെയും ഇക്വേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം എടുക്കുമ്പോൾ എന്താ സ്ക്വയർ തന്നെയാണ് വരുന്നത്, 1ന്റെ സ്ക്വയറും 2ന്റെ സ്ക്വയറും. ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ് 1 ടോ 1ല് ഇവിടെ വന്നു, സെക്കൻഡ് ഇക്വേഷൻ എടുക്കുമ്പോൾ 1 ടോ 2ല് വന്നു. അപ്പൊ ആ കോർഡിനേറ്റിലുള്ള ഡിഫറൻസ് മാത്രമാണ് ഈ രണ്ട് എക്സ്പ്രഷൻസ് തമ്മിലുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ രണ്ട് ഇക്വേഷനും ഇക്വേറ്റ് ചെയ്യാനായിട്ട് പറ്റും. These two expressions differ only in the exchange of coordinate of two identical indistinguishable particles. Therefore we can write രണ്ടിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം.
psi tau 1 of 1 tau 2 of 2 square d tau 1 d tau 2 equal to psi tau 1 of 2 tau 2 of 1 square d tau 1 d tau 2. ഈ സൈ സ്ക്വയറിന് എടുത്ത് എഴുതാം. സൈ സ്ക്വയർ tau 1 of 1 tau 2 of 2 is equal to psi square tau 1 of 2 tau 2 of 1. ഇനി നമുക്കറിയാം, നമ്മൾ ഇപ്പോ എക്സ് സ്ക്വയർ ഈക്വൽ ടു 1 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തൊക്കെ വരാം? ഒന്നുകിൽ +1 വരാം, അല്ലെങ്കിൽ എന്ത് വരാം? -1. -1. അതായത് എക്സ് സ്ക്വയർ ഈക്വൽ ടു 4 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എന്താ +or-2 ആണ് അല്ലേ? അപ്പൊ അതേപോലെ തന്നെ ഇവിടെ എങ്ങനെ എഴുതാൻ പറ്റും? സൈ tau 1 of 1 tau 2 of 2 ഈക്വൽ ടു, ഒന്നുകിൽ എന്ത് എഴുതാം? പോസിറ്റീവ് വാല്യൂ എഴുതാം. സൈ tau 1 of 2 ഇൻറ്റു tau 2 of 1. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? സൈ tau 1 of 1 ഇൻറ്റു tau 2 of 2 is equal to ഇങ്ങനെ എഴുതാം മൈനസ് സൈ tau 1 of 2 ഇൻറ്റു tau 2 of 1. ഈ ഇക്വേഷന് നിങ്ങൾ ഒരു പേര് കൊടുക്കുക. ഒന്നാമത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. നേരത്തെ ഇക്വേഷൻ 1 is a quadratic function. ഇക്വേഷൻ 1 is a ഇതല്ല കേട്ടോ, ഇതിന് കേട്ടോ. Equation 1 is a quadratic function and it can be satisfied in two different ways. It can be satisfied in two different ways. x square equal to 1, x equal to +or-1 എഴുതുന്ന പോലെ നമുക്ക് ഇങ്ങനെ രണ്ട് എക്സ്പ്രഷൻസ് ഇതിൽ നിന്ന് എഴുതാനായിട്ട് പറ്റും. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയതുകൊണ്ട് അതിനെ രണ്ട് തരത്തിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. psi tau 1 of 1 tau 2 of 2 ഈക്വൽ ടു ഒന്നിങ്ങനെ പോസിറ്റീവ് വാല്യൂ കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് കൊടുക്കാം? നെഗറ്റീവ് വാല്യൂ കൊടുക്കാം. അതിന് പോസിറ്റീവ് വാല്യൂ കൊടുത്തതിന് ഇക്വേഷൻ എ എന്ന് കൊടുക്കുക, നെഗറ്റീവ് വാല്യൂ കൊടുത്തതിന് ഇക്വേഷൻ ബി എന്ന് കൊടുക്കുക. ഇവിടെ എന്താ പറയണേ? ഇക്വേഷൻ എ സ്റ്റേറ്റ്സ് ദാറ്റ് the wave function is symmetric with respect to interchange of full coordinate. The wave function is symmetric with respect to interchange of full coordinates. അതായത് നോക്കിക്കേ, psi tau 1 of 1 tau 2 of 2. ഇവിടെ നമ്മൾ എന്ത് എഴുതിക്കുന്നത്? ഇവിടെ 1-ല് 1 വരാനും 2-ല് 2 വരാനുള്ള ഫംഗ്ഷൻ. ഇവിടെ എങ്ങനെയാ വന്നിരിക്കുന്നത്? 1-ല് 2 വരാനും 2-ല് 1 വരാനുള്ള പോസിബിലിറ്റി. അത് രണ്ടും എന്താണ് അവിടെ പറയുന്നത്? ഈക്വൽ ആണ്, അതായത് സിമെട്രിക് ആണ്. അപ്പൊ കോർഡിനേറ്റ് ചേഞ്ച് ചെയ്തപ്പോഴും ഇവിടെ എന്താ വന്നിരിക്കുന്നത്? സിമെട്രിക് ആയിട്ടാണ് വേവ് ഫംഗ്ഷൻ വന്നിരിക്കുന്നത്. അതാണ് പറഞ്ഞത് the equation A state that the wave function is symmetric with respect to exchange of അല്ലെങ്കിൽ interchange of full coordinate. ഇനി ബി എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ നോക്കിക്കേ. ബി എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ നോക്കുമ്പോൾ നമുക്ക് എന്താ കാണാനായിട്ട് പറ്റുന്നത്? കോർഡിനേറ്റ് ഇന്റർചേഞ്ച് ചെയ്തപ്പോൾ അവിടെ എന്ത് വന്നു? ഒരു നെഗറ്റീവ് സൈൻ വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ഇവിടെ tau 1-ല് 1-ഉം tau 2-ല് 2 ആയിരുന്നു. കോർഡിനേറ്റ് ഇന്റർചേഞ്ച് ചെയ്തു. tau 1-ല് 2-ഉം tau 2-ല് 1-ഉം വന്നപ്പോൾ ഇവിടെ എന്താ കിട്ടിയത്? നെഗറ്റീവ് സൈൻ വന്നു. അതായത് ഇവിടെ എന്താണ്?
ആന്റി സിമെട്രിക് ആണ് വേവ് ഫംഗ്ഷൻ വന്നിരിക്കുന്നത്. The equation B state that the wave function is anti-symmetric. The wave function is anti-symmetric with respect to interchange of full coordinate of a pair of identical particle. ഇതുവരെ ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ ആയോ? അപ്പൊ അങ്ങനെയുള്ള പാർട്ടിക്കിൾസ് നമ്മൾ ചില പേര് പറയും. അതാണ് ഇനി നമ്മൾ അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ആദ്യത്തെ എക്സ്പ്രഷൻ പറഞ്ഞത് എന്താ? എ എന്ന് പറഞ്ഞ എക്സ്പ്രഷനിൽ നമ്മൾ എന്താ കണ്ടത്? τ1 of 1 τ2 of 2 ഈക്വൽ ടു എന്താ? psi τ1 of 2 τ2 of 1. അതായത് കോർഡിനേറ്റ് ഇന്റർചേഞ്ച് ചെയ്തപ്പോ എന്താണ്? വേവ് ഫംഗ്ഷൻ സിമെട്രിക് ആയിട്ടാണ് വരുന്നത്. അത് രണ്ടും ഈക്വൽ ആണെന്നാണ് ഇക്വേഷൻ എ കാണിക്കുന്നത്. അങ്ങനെയുള്ള പാർട്ടിക്കിൾസിനെ നമ്മൾ പറയുന്ന പേരാണ് ബോസോൺസ്. The particles described by symmetric wave functions are known as boson. Symmetric wave functions are known as bosons. Bosons have zero or integral spin. അതായത് 1, 2, 3 അതൊക്കെ ആയിരിക്കും അതിന്റെ സ്പിന്നിന്റെ വാല്യൂ വരിക. Bosons have zero or integral spin. ഇനി ബോസോൺ പാർട്ടിക്കിൾസിന് എക്സാമ്പിൾ നമുക്ക് കുറച്ച് പഠിക്കണം. ബോസോൺ പാർട്ടിക്കിൾസിന് എക്സാമ്പിൾ ആണ് ഡ്യൂട്രോൺ, ആൽഫ പാർട്ടിക്കിള്, ഫോട്ടോൺ, അതെല്ലാം. ഫോട്ടോൺ, ഡ്യൂട്രോൺ, ആൽഫ പാർട്ടിക്കിൾ എക്സെട്ര. ഇനി ബോസോൺസ് ഒബേ Bose-Einstein statistics. ഇതെന്താ നിങ്ങൾക്ക് പറയുന്നുണ്ടാവില്ല, ബോസ്-ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ്. പക്ഷെ അത് നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിൽ ഫിസിക്കലിന്റെ പേപ്പറിൽ പഠിക്കും. അത് കുറെ ഉണ്ട്, ബോസ്-ഐൻസ്റ്റീൻ, ഫെർമി, ഡിറാക്, അങ്ങനെ കുറെ. അപ്പൊ അത് എന്താണ് അതിന്റെ എക്സ്പ്ലനേഷൻ എന്നുള്ളത് നിങ്ങൾ സെക്കൻഡ് സെമിൽ പഠിക്കും കേട്ടോ. അതെന്താന്ന് നമ്മളിവിടെ പറയുന്നില്ല. സാധാരണ ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ബോസോൺസും ഫെർമിയോൺസും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. അപ്പൊ അതിന്റെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പഠിച്ചത്. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ബോസോണില് സിമെട്രിക് വേവ് ഫംഗ്ഷൻ ആയിരിക്കും, പിന്നെ സീറോ അല്ലെങ്കിൽ ഇന്റഗ്രൽ സ്പിൻ ആയിരിക്കും, പിന്നെ അതിന് 2 എക്സാമ്പിൾ പഠിക്കുക. അത് എന്ത് ഒബേ ചെയ്യുന്നുണ്ട്? ബോസ്-ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഒബേ ചെയ്യുന്നുണ്ട്. അതെന്താണെന്നുള്ളത് നിങ്ങൾ സെക്കൻഡ് സെമസ്റ്ററിൽ പഠിക്കും. ഇനി നമ്മൾ ഇക്വേഷൻ ബി പറഞ്ഞത് എന്താ? τ1 of 1 τ2 of 2. നമ്മുടെ പാർട്ടിക്കിളിൽ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ആന്റി സിമെട്രിക് ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻ കിട്ടും എന്നാണ് പറഞ്ഞത്. ആ ആന്റി സിമെട്രിക് വേവ് ഫംഗ്ഷനെ പറയുന്ന പേരാ, അങ്ങനെയുള്ള പാർട്ടിക്കിൾസിനെ പറയുന്ന പേരാണ് ഫെർമിയോൺസ്. പാർട്ടിക്കിൾസ് ഡിസ്ക്രൈബ് ബൈ anti-symmetric wave functions are known as fermions. Fermions have half integral spin. അതായത് 1/2, 3/2 അങ്ങനെയുള്ള സ്പിൻ ആയിരിക്കും അതിനുണ്ടാവുക. Fermions have half integral spin. Examples are electron, proton, neutron, etc. Electron, proton, neutron, etc. Fermions obey Fermi
Dirac statistic. Fermions obey Fermi-Dirac statistics. അപ്പൊ ഇതൊക്കെയാണ് ഫെർമിയോൺസും ബോസോൺസും. അപ്പൊ ഫെർമിയോൺസ് എന്ന് പറഞ്ഞാൽ ആന്റിസിമെട്രിക് വേവ് ഫംഗ്ഷൻ കിട്ടുന്ന പാർട്ടിക്കിളിനെയാണ് ഫെർമിയോൺസ് എന്ന് പറയുന്നത്. ബോസോൺ എന്ന് പറഞ്ഞാൽ സിമെട്രിക് വേവ് ഫംഗ്ഷൻ ആണ്. പിന്നെ ഫെർമിയോൺസിന് ഹാഫ് ഇന്റഗ്രൽ സ്പിൻ ആയിരിക്കും, ബോസോണ് 0 അല്ലെങ്കിൽ ഇന്റഗ്രൽ സ്പിൻ ആയിരിക്കും. ഫെർമിയോൺസ് ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് ഒബേ ചെയ്യണു, ബോസോൺസ് ബോസ് ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഒബേ ചെയ്യണു. പിന്നെ അതിന്റെ എക്സാമ്പിൾസ് പഠിക്കാം. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് എന്താണ്? ഫെർമിയോൺസ് ആന്റിസിമെട്രിക് വേവ് ഫംഗ്ഷൻ ആണ് ഒബേ ചെയ്യുമെന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ. അപ്പൊ നമ്മൾ കണ്ടു ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു ഫെർമിയോൺ എക്സാമ്പിൾ ആണെന്ന് നമ്മൾ കണ്ടു. അപ്പൊ ഇലക്ട്രോൺസിന്റെ കേസ് എടുക്കുമ്പോൾ ഇലക്ട്രോൺസിന്റെ വേവ് ഫംഗ്ഷൻ എന്താ വരിക? കോർഡിനേറ്റ് ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ എന്താണ്? ആന്റിസിമെട്രിക് ആണ് നമുക്ക് കോർഡിനേറ്റ് ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഈ ഒരു പ്രിൻസിപ്പിളിനെ പറയുന്ന പേരാണ് പോളീസ് ആന്റിസിമെട്രിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. The electron must be described by a wave function. The electron must be described by a wave function which are antisymmetric with respect to interchange of full coordinate of a particle of electrons, of a pair of electrons. This is known as Pauli's antisymmetry principle. അപ്പൊ ഇതിനെയാണ് പോളീസ് ആന്റിസിമെട്രി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആന്റിസിമെട്രിക് വേവ് ഫംഗ്ഷൻ ആണ്. അങ്ങനെയുള്ള ഒരു പാർട്ടിക്കിളിനെയാണ് നമ്മൾ ഫെർമിയോൺ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ഇലക്ട്രോൺ. അപ്പൊ ഇലക്ട്രോണിന്റെ കേസിലും നമ്മൾ പാർട്ടിക്കിളിന്റെ കോർഡിനേറ്റ് ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ആന്റിസിമെട്രിക് വേവ് ഫംഗ്ഷൻ ആയിരിക്കും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് പോളീസ് ആന്റിസിമെട്രിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ക്ലിയർ ആയി.